അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ തുടങ്ങണം, എങ്ങനെ ഏത് രീതിയിൽ പോകണം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീട്ടിലിരുന്ന് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു 7 കാര്യങ്ങൾ ഈ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ സക്സസ് ആവും. അപ്പോൾ എന്തൊക്കെയാണ് ആ 7 കാര്യങ്ങൾ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത്, ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യണമെന്ന് വിചാരിക്കരുത്. നമുക്ക് എന്തിനോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിച്ച ആ ഒരു ഇതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ചിലവർക്ക് ടൈലറിങ് ആവാം, ചിലവർക്ക് ക്രാഫ്റ്റ് വർക്ക് ആവാം, ചിലവർക്ക് ജ്വല്ലറി ഐറ്റംസിൻ്റെ ആ ഒരു സംഭവമാവാം, ചിലവർക്ക് വേറെ എല്ലാ കാര്യങ്ങളും ആവാം. അപ്പോൾ എന്തിനോടാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ജോബാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ മറ്റുള്ളവരുടെ ബിസിനസ് കണ്ടിട്ട് എനിക്കും അതുപോലെ നമുക്കുള്ളിലൊരു ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം വെച്ചിട്ട് വേണം നമ്മൾ ഒരു ജോബ് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ഒരു ജോബാണ് ആദ്യം തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്തിനോടാണോ കൂടുതൽ കംഫർട്ട് തോന്നണത് വെച്ചെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയണത് ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കുക. അതായത് നമ്മൾ എന്ത് കാര്യമാണ് തുടങ്ങണമെന്ന് വെച്ചെങ്കിൽ അതിന് ഒരു കൃത്യമായ ഒരു പ്ലാനിങ് കാര്യങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത്, പിന്നെ എത്ര പൈസ നമുക്ക് ചിലവ് വരുന്നു അതൊക്കെ നമ്മൾ വേണം ആദ്യത്തെ പ്ലാനിങ്ങിൽ ഇതൊക്കെ നോക്കി വെക്കാൻ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് പറയാനുള്ളത്, നമുക്ക് സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഇങ്ങനത്തെ യൂട്യൂബ്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ വീഡിയോസായിട്ട് അല്ലെങ്കിൽ ലോങ് വീഡിയോസായിട്ടും ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാനും അത് നമ്മൾ വീഡിയോ എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്യാനും ഉള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ്, നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ഒരുപാട് ആളുകളെ നമുക്ക് കസ്റ്റമേഴ്സായിട്ട് കിട്ടാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാലാമതായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഉൽപ്പന്നം അത് നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അതവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ വഴി തന്നെ നമുക്ക് ഒരുപാട് ഓർഡറും കാര്യങ്ങളും കിട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തൊരു സാധനമാണെങ്കിലും അതിൽ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക. ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് ആര് വാങ്ങുന്നുവോ അവർ വഴി നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് ഓർഡേഴ്സ് കിട്ടും. അപ്പം അത് കൂടെ ശ്രദ്ധിക്കുക. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ഇടാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമർക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അതിന് കൃത്യനിഷ്ഠത പാലിക്കുക. അപ്പം തന്നെ നമ്മുടെ ജോബിൽ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമറോട് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുക, ഇടപഴകുക. ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളും നമ്മൾ ചെയ്യുക. കസ്റ്റമറിൻ്റെ അടുത്ത് നമ്മൾ മാന്യമായിട്ട് സംസാരിക്കുക. അവർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക.
അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാലും നമ്മൾ അത് വീഡിയോസായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.